കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ദശകം 1 ശ്ലോകം 4. നിഷ്കമ്പേ നിത്യപൂർണേ നിരവധി പരമാനന്ദ പീയൂഷരൂപേ നിർലീനാനേകമുക്താവലി സുഭഗതമേ നിർമ്മല ബ്രഹ്മസിന്ധൗ കല്ലോലോല്ലാസതുല്യം ഖലു വിമലതരം സത്വമാഹുസ്തദാത്മാ കസ്മാന്നോ നിഷ്കളസ്ത്വം സകള ഇതി വച സ്ത്വൽക്കലാസ്വേവ ഭൂമൻ. നമുക്ക് ആദ്യം അർത്ഥം നോക്കാം. നിഷ്കമ്പേ ചാൽ എന്താ അർത്ഥം? ചാൽ കമ്പമില്ല, ചാൽ ഇളക്കം, അല്ലെങ്കിൽ ആക്ഷനൊന്നുമില്ല, കർമ്മങ്ങളൊന്നും ചെയ്യണില്ല, ഒന്നും ചെയ്യണില്ല, ഇളകാതിരിക്കണേനാണ് നിഷ്കമ്പം. കമ്പം ചാൽ ശരിക്ക് നിഷ്ക്രിയൻ എന്നർത്ഥം, ഇളക്കല്ലാത്തത്. അപ്പോൾ ശരിക്ക് ഇളക്കല്ല എന്ന് പറഞ്ഞാൽ നിഷ്ക്രിയാണ്. പിന്നെയോ നിത്യപൂർണേ, അതായത് എപ്പോഴും നിറഞ്ഞിരിക്കണത്, എത്ര എടുത്താലും കഴിയില്ല, അതാണ് നിത്യം പൂർണ്ണമാണ്. അത് എപ്പോഴും ഒരിക്കലും പൂർണ്ണമല്ലാതിരിക്കുന്നില്ല. പിന്നെയോ എത്ര എടുത്താലും എത്ര ആഡ് ചെയ്താലും അതുപോലെ ഇരിക്കും എന്നർത്ഥം, അതാണ് നിത്യപൂർണ്ണ. നിരവധി പരമാനന്ദ പീയൂഷരൂപേ, നിരവധി പറഞ്ഞാൽ എന്താ വെച്ചാൽ അവധിയില്ല, അവധിയാണ് നിരവധി, അതായത് ലിമിറ്റേഷൻ ഇല്ല, പരിമിതി ഇല്ല. നിരവധി പറഞ്ഞാൽ പരിമിതി ഇല്ല എന്നാണ്. നിരവധി പരമാനന്ദ പീയൂഷരൂപേ, അതായത് നമ്മൾ പറഞ്ഞില്ലേ മറ്റേ ദേശത്തിനും കാലത്തിനൊക്കെ അതീതാണെന്ന് പറഞ്ഞില്ലേ, അതാണ് അവധിയില്ലാത്ത, ഒരു ലിമിറ്റേഷൻസും ഒരു പരിമിതികളും ഇല്ലാത്ത പരമാനന്ദമൃതരസമാകുന്ന സ്വരൂപത്തോടു കൂടിയതും രൂപം. ആ ഭഗവാന്റെ രൂപം ഉണ്ടല്ലോ, ദേഹം ആയിട്ട് അവതരിച്ചത്, അത് പരമാനന്ദാമൃതരസമാകുന്ന രൂപത്തോടു കൂടിയതാണ്. പിന്നെയോ നിർലീനാനേക മുക്താവലി, ഇതിനൊക്കെ രണ്ടർത്ഥം വരട്ടോ, അത് ഞാൻ പിന്നെ മറ്റേല് പറയാം. ഇതിപ്പോൾ ബ്രഹ്മത്തിന് വേണ്ടി പറയാത്രേ ഉള്ളൂ. നിർലീനാനേക മുക്താവലി എന്ന് പറഞ്ഞാൽ ഉള്ളിൽ അനേകൻ മുക്തന്മാർ ലയിച്ചിരിക്കുന്നുണ്ട് ഭഗവാന്റെ ബ്രഹ്മത്തിലെ. അനവധി മുക്തന്മാരെ, അതായത് മുക്തി അടഞ്ഞോര് മുഴുവനും ഭഗവാനിൽ ലയിച്ചിറക്കല്ലേ, അതാണ് നിർലീനാനേക മുക്താവലി എന്ന് പറഞ്ഞത് കേട്ടോ. അതുകൊണ്ട് സുഭഗതമേ, ആ അനവധി മുക്തന്മാരെ അല്ലെങ്കിൽ പിന്നെ മോക്ഷം കിട്ടിയവരെ ലയിച്ചിരിക്കണോണ്ട് ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു സൗന്ദര്യമുണ്ട്, അല്ലെങ്കിൽ ഒരു പ്രഭ ഉണ്ട്. പിന്നെ സുഭഗതമേ അതാണ്. പിന്നെയോ നിർമ്മല ബ്രഹ്മസിന്ധൗ, അതായത് നിർമ്മല എന്ന് പറഞ്ഞാൽ പരിശുദ്ധം, പരിശുദ്ധമായിട്ടുള്ള ബ്രഹ്മമാകുന്നൊരു സമുദ്രമാണ്. നിർമ്മലായിട്ടുള്ള, അതായത് പരിശുദ്ധമായിട്ടുള്ള ബ്രഹ്മാണ് ഒരു സമുദ്രം പോലെയാണെന്ന്. വിമലതരം സത്വം, ഏറ്റവും നിർമ്മലം എന്ന് പറഞ്ഞിട്ട് പിന്നെ ഒന്നും കൂടിയും പറയണ്ടേ, ഏറ്റവും നിർമ്മലമായിട്ടുള്ള സത്വഗുണം. കല്ലോലോല്ലാസ തുല്യം ഖലു, തിരമാലയുടെ ലീലാവിലാസത്തിന് തുല്യമായിട്ടുള്ളത് തന്നെയാണ്. അപ്പം ബ്രഹ്മം ഒരു സമുദ്രമാണെങ്കിൽ, ഇങ്ങനെ പിന്നെ ശരീരം എടുത്ത ഭഗവാൻ ഏതുപോലെയാണ്? ആ സമുദ്രത്തിലത്തെ കല്ലോലം, തിരമാല പോലെയാണ്. തിരമാല ഇങ്ങനെ കളിക്കൂലോ, ഇങ്ങനെ ഇതാവില്ലേ, അടിക്കൂല, അപ്പം ഇങ്ങനെ ഇളകില്ലേ. അപ്പോൾ ഭഗവാൻ പല പല ലീലകളാടുകയാണേ. അപ്പം അത് ഏതുപോലെ വെച്ചാൽ ബ്രഹ്മ ഒരു സമുദ്രമായിട്ട് സങ്കല്പിക്കുക വെച്ചാൽ ഭഗവാൻ അതിലത്തെ തെരയാണ്. ശരീരം എടുത്ത ഭഗവാൻ, സത്വഗുണപ്രധാനിയായിട്ടുള്ള ശുദ്ധ സത്വസ്വരൂപമായിട്ടുള്ള ഭഗവാൻ ബ്രഹ്മം ഒരു സമുദ്രമാണെന്ന് സങ്കല്പിച്ചാൽ നമ്മളെ മുമ്പിൽ ഗുരുവായൂരപ്പനായിട്ട് വന്ന ശുദ്ധ സത്വസ്വരൂപിയായിട്ടുള്ള ഭഗവാൻ അതിലത്തെ തിരമാല പോലെയാണ്. ഇതി ആഹു, അങ്ങനെയാണല്ലോ, ഇതി ആഹു എന്ന് പറഞ്ഞാൽ അങ്ങനെയാണല്ലോ പറയണത്. പുരാണ ഇതിലൊക്കെ, ശ്രുതികളിലും സ്മൃതികളിലൊക്കെ. തദാത്മാത്വം, അങ്ങനെയുള്ള ശുദ്ധ സ്വരൂപി ആയിട്ടുള്ള അങ്ങ് കസ്മാൽ നോ നിഷ്കള,
എന്തുകൊണ്ട് നിഷ്കളനായി ഭവിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താ അർത്ഥം വെച്ചാൽ അങ്ങ് നിഷ്കളൻ തന്നെയാണ്. നിഷ്കളൻ എന്താ വെച്ചാൽ പരിപൂർണമായിട്ടുള്ളതാണ്. അതായത് നിഷ്കള എന്ന് പറഞ്ഞു വെച്ചാൽ ഹോൾ ആൻഡ്, ഇപ്പം ഇംഗ്ലീഷിൽ അതിന് ഒരു എന്താ പറയുക, ഒരു ഹോൾ ആൻഡ് ഇൻഡിവിസിബിൾ ആബ്സല്യൂട്ട് എന്ന് പറഞ്ഞാൽ പറയാം വേണമെങ്കിൽ. അതായത് പരിപൂർണമായിട്ട് ഒരിക്കലും അതിനൊരു ഇത് വരാത്ത, അതിനാണ് നിഷ്കള പറയുക. അങ്ങ് നിഷ്കളനല്ലാന്ന് എന്തിനാ പറയണ? അല്ലെങ്കിൽ അങ്ങ് നിഷ്കളൻ തന്നെയാണ്. ബ്രഹ്മല്ലെങ്കിലും ശുദ്ധസത്വ സ്വരൂപമായതുകൊണ്ട് ബ്രഹ്മം പോലെ നിഷ്കളനാണ്. ഹേ ഭൂമൻ, ഹേ ഭഗവാൻ, സകള ഇതി വച. എന്നാൽ അങ്ങേ ചിലരൊക്കെ സകളെന്ന് പറയും. അതായത് പിന്നെ കുറച്ച് ലിമിറ്റുള്ള ആള്, ഡിവിസിബിളാണ്, അല്ലെങ്കിൽ അതിനെ ആബ്സല്യൂട്ട്ലി ഇൻഡിവിസിബിൾ അല്ല. അതായത് സകളെന്ന് അത് പറയും. പക്ഷേ അത് ഈ ശുദ്ധസത്വ സ്വരൂപനായിട്ടുള്ള കൃഷ്ണനെ അല്ല. ആരെയാ പറയണ? ത്വൽ കലാസു ഏവ. കല ഇവിടെ എന്താ വെച്ചാൽ പിന്നെ അംശാവതാരങ്ങളെ, അങ്ങയുടെ പാർഷ്യൽ ഇൻകാർണേഷൻസ്, പാർഷ്യലായിട്ടുള്ള ഇൻകാർണേഷൻസിനെ മാത്രമേ സകള എന്ന് പറയുള്ളൂ. അല്ലെങ്കിൽ അങ്ങ് ബ്രഹ്മം പോലെ നിഷ്കളനാണ് ഈ ഒരവതാരം. ഈ ശരീരം എടുത്തിട്ടുണ്ടല്ലോ, ഗുരുവായൂരിയ്ക്കണ ആ ശരീരം എടുത്തിട്ടുള്ള ശുദ്ധ സത്വസ്വരൂപിയായിട്ടുള്ള ഭഗവാൻ പരിപൂർണനാണ്. ഏതുപോലെ? ബ്രഹ്മം പോലെ. അപ്പം നിഷ്കളൻ തന്നെയാണ്. സകളൻ എന്ന് പറഞ്ഞു വെച്ചാൽ ഈ ഡിവിസിബിളാണേ. അതായത് അത്ര പരിപൂർണമല്ല, എല്ലാ കലകളും ഇല്ല. അപ്പോൾ അത് ബാക്കി അംശാവതാരങ്ങൾക്ക്, പാർഷ്യൽ ഇൻകാർണേഷൻസിനെ സകളെന്ന് പറയുന്നുള്ളൂ. അതുകൊണ്ട് അത് സാരില്ല, അങ്ങ് നിഷ്കളൻ തന്നെയാണെന്നാണ്. ഇനി കുറച്ചും കൂടി വിവരിച്ചാലേ അത് മുഴുവനെ അത് ക്ലിയർ ആവുള്ളൂ. അപ്പോൾ ഈ ആദ്യത്തെ ആ 4 വരിയിൽ പറഞ്ഞ ആ വിശേഷണങ്ങളുണ്ടല്ലോ, ആ അജക്റ്റീവ്സൊക്കെ, അത് ശരിക്കും ബ്രഹ്മത്തിനും നമുക്ക് പിന്നെ ആപ്ലിക്കബിളാണ്, അത് കൊടുക്കാം. അതേ ആ വിശേഷണങ്ങളൊക്കെ, ആ അജക്റ്റീവ്സൊക്കെ അതേസമയം ശരിക്കുള്ള സമുദ്രത്തിനും, ബ്രഹ്മമാകുന്ന സമുദ്രത്തിനും ആ പിന്നെ വിശേഷണങ്ങളൊക്കെ പറ്റും. പിന്നെയോ ശരിക്കും നല്ല സമുദ്രം ഉണ്ടല്ലോ, ആ സമുദ്രത്തിനും ആ വിശേഷണം പറ്റും. അത് നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം കേട്ടോ. അതായത് ബ്രഹ്മം സമുദ്രത്തിന് തുല്യമാണെന്നാണ് പറയണതേ. അപ്പം നമുക്ക് നോക്കുക, ബ്രഹ്മം നിഷ്കമ്പാണ് അല്ലേ, സാക്ഷി മാത്രമാണ് ബ്രഹ്മം. ഒരിളക്കമില്ല, നിഷ്ക്രിയാണ്, ഒരു ക്രിയയും ചെയ്യുന്നില്ല, ആക്ഷൻലെസ്, നിഷ്ക്രിയാണ്, നിഷ്കമ്പയാണ് എന്ത്? ബ്രഹ്മം. യാതൊരു ഇളക്കവും ഇല്ലാത്തെന്ന് തന്നെ പറയാം. എന്നാൽ ഇനി അത് ബ്രഹ്മസമുദ്രം. ഓക്കെ, ഇനി ശരിക്കുള്ള സമുദ്രം എടുത്താലോ, അത് എല്ലപ്പോഴും ഒരുപോലെ തന്നെ തിരങ്ങനെ അടിച്ചും കൊണ്ടിരിക്കും. പക്ഷേ ഈ പുഴ പോലെ കലങ്ങി മറിയില്ലല്ലോ. അപ്പോൾ എപ്പോഴും എങ്ങനെയാണ് ഒരേപോലെ ഇരിക്കുകയാണ്. ഇളക്കല്ല എന്ന് പറയാൻ പറ്റില്ല, പക്ഷേ നിഷ്കമ്പം തന്നെയാണ്. അതായത് പിന്നെ ചാപല്യമില്ല, ഒരേപോലെയാണ് സമുദ്രം. ഇങ്ങനെ അടിച്ചും കൊണ്ടേയിരിക്കും. അല്ലാതെ കുറച്ച് ഭാഗത്തൊക്കെ കലങ്ങി മറിഞ്ഞൊഴുക അങ്ങനെയൊന്നും അല്ലല്ലോ, ഒരേപോലെയല്ലേ സമുദ്രം. അപ്പോൾ നിഷ്കമ്പം എന്നുള്ള വാക്ക് അത് ഒരേപോലെ നിൽക്കണത്. ഇളക്കല്ല എന്ന് വെച്ചാൽ ചേഞ്ച് ഇല്ലാതെ നിൽക്കണ ഇതാണ് ബ്രഹ്മം. അതേപോലെ തന്നെയാണ് സമുദ്രം. അത് ആദ്യത്തെ ആഡ്ജക്റ്റീവ് വിശേഷണം. പിന്നെ നിഷ്കമ്പ, പിന്നെ നിത്യപൂർണേ. അതായത് ബ്രഹ്മം എല്ലാ ദിക്കിലും നിറഞ്ഞിങ്ങനെ നിൽക്കല്ലേ, അഖണ്ഡാകാരമായിട്ട് നിത്യം പൂർണ്ണമാണ്. അതാണല്ലോ ആ ഉപനിഷത്ത് മന്ത്രം പറയണത്, പൂർണ്ണമത പൂർണ്ണമിതം പൂർണ്ണാർ പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ അല്ലേ. അത് എന്നും പൂർണ്ണമാണ് ബ്രഹ്മം. അതിന്ന് എത്ര എടുത്താലും അത്ര തന്നെ ഉണ്ട്, എത്ര അതിലേക്ക് ഇട്ടാലും അത്ര തന്നെ ഉണ്ട്, ഒരിക്കലും ഇല്ലാതെ ആവില്ല. ആ ഉള്ള എത്ര വെച്ചാൽ അത്ര ഒരേപോലെ നിൽക്കും. അതാണ് നിത്യപൂർണ്ണമാണത്. അതേപോലെ തന്നെയാണെന്ന് പറയാം ഏതാ സമുദ്രവും. എന്താ കാരണം വെച്ചാൽ മഴക്കാലത്ത് നല്ലോണം അറിഞ്ഞിരിക്കും, വേനൽക്കാലത്ത് നല്ലോണം വറ്റി, അങ്ങനെ ഇല്ല സമുദ്രം. ഏത് കാലത്തും ഒരുപോലെയാണ്. അതുകൊണ്ട് നിത്യപൂർണ്ണം എന്നുള്ളതായിട്ട് നമുക്ക് രണ്ടിനും ആ പിന്നെ ആഡ്ജക്റ്റീവ് അല്ലെങ്കിൽ ആ വിശേഷണം ഉപയോഗിക്കാവുന്ന. രണ്ടാമത്തെ, ആദ്യത്തെ നിഷ്കമ്പം, ഇളക്കല്ലാത്ത നിത്യപൂർണ്ണി. ഇനി മൂന്നാമത്തെ എന്താ അറിയോ? നിരവധി പരമാനന്ദ പീയൂഷരൂപൈഹി. അതായത് നിരവധി പറഞ്ഞപ്പോൾ അവധിയില്ലാത്ത പറഞ്ഞല്ലോ.
അവധിയില്ലാത്ത അല്ലെങ്കിൽ പരിമിതിയില്ലാത്ത ആനന്ദത്തിൻ്റെ ഒരു അമൃത പീയൂഷാണ് ഏത്? ഈ ബ്രഹ്മാനുഭവം പോലെ ആനന്ദം വേറെ ഒന്നുമില്ല എന്നാണല്ലോ. അപ്പോൾ ബ്രഹ്മം എന്നുള്ള സമുദ്രം ആനന്ദ സമുദ്രമാണ്. അതേപോലെ ശരിക്കുള്ള സമുദ്രത്തിൻ്റെ അടിയിൽ എന്തെല്ലാം നമുക്ക് സന്തോഷം തരുന്ന മുത്തുകൾ, രത്നങ്ങൾ എന്ന് വേണ്ട അനവധി ഭംഗിയുള്ള നല്ല ഭംഗിയുള്ള മത്സ്യങ്ങൾ അല്ലേ, പിന്നെ അതിൻ്റെ അകത്ത് ആക്ച്വലി പിന്നെ പുറത്തെ പോലെ തന്നെ അല്ലെങ്കിൽ ഭൂമിയിലത്തെ പോലെ തന്നെ പിന്നെ മലകളും ഇതുമൊക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ട്. പിന്നെ എന്തൊരു ഭംഗിയാണ് ഈ പല കുഞ്ഞു കുഞ്ഞേ ചെടികൾ പോലത്തെ മൃഗങ്ങളിങ്ങനെ കുറേശ്ശെ ഇളകിയത് അങ്ങനെ നമ്മൾ കാണില്ലേ നമ്മളെ ഇതിലൊക്കെ. അപ്പോൾ അതിൻ്റെ ഉള്ളിലും ആനന്ദരസം, ഒരു സമുദ്രത്തിൻ്റെ അടിയിലും എന്തെല്ലാം ഡീപ്പായിട്ടുള്ള പല സാധനങ്ങളും അവിടെ ഉണ്ട്. പരമാനന്ദ, അതിനൊരു അവധി നമുക്ക് അറിയില്ലേ, പരിമിതി ഇല്ലാത്ത അത്ര ജന്തുക്കളും വസിക്കുന്നുണ്ട്, പരിമിതി ഇല്ലാത്ത ഭംഗിയുള്ള കാര്യങ്ങളും ഉണ്ട്, മുത്തുകളുണ്ട്, രത്നങ്ങളുണ്ട് എന്നല്ലേ പറയണേ. അപ്പോൾ നിരവധി പരമാനന്ദ പീയൂഷ രൂപം തന്നെയാണ്, അതായത് പരിമിതി ഇല്ലാത്തത്ര പരമാനന്ദം തരണത് തന്നെയാണ് ബ്രഹ്മമാകുന്ന സമുദ്രവും ശരിക്കുള്ള സമുദ്രവും. പിന്നെ നാലാമത്തെയോ നല്ല രസമാണ്, നിർലീനാനേക മുക്താവലി സുഭഗതമേ. അതായത് ഈ ബ്രഹ്മസമുദ്രത്തിൻ്റെ കാര്യം എടുക്കുക. ബ്രഹ്മത്തിലെന്താ അനവധി മുക്തന്മാർ, അതായത് മോക്ഷം ലഭിച്ചവർ, ലിബറേറ്റഡ് ആയിട്ടുള്ള സോൾസ് മുഴുവൻ ലയിച്ചതാണ്. മുക്തി ലഭിച്ചവർ മുഴുവൻ ലയിച്ചതാണ് ബ്രഹ്മസമുദ്രം. എന്നാൽ ശരിക്കുള്ള സമുദ്രമോ മനോഹരമായിട്ടുള്ള മുത്തുകളുണ്ടല്ലോ, മുത്തുകളൊക്കെ തന്നല്ലേ സമുദ്രത്തിനല്ലേ കിട്ടുക, പവിഴോ മുത്തുമൊക്കെ. സമുദ്രത്തിൻ്റെ ഉള്ളിൽ മുത്തുകൾ നിറച്ച് കിടക്കണം. ഒന്നിൽ മുക്തന്മാർ ആയിട്ടുള്ള മുത്തുകൾ, മുക്തന്മാരാകുന്ന മുത്തുകൾ. ബ്രഹ്മസമുദ്രത്തിൽ മോക്ഷം ലഭിച്ച മുത്തുകൾ അല്ലെങ്കിൽ മുക്തന്മാരാകുന്ന മുത്തുകൾ. സാധാരണ സമുദ്രത്തിലോ നമ്മൾ സാധാരണ പറയണ മുത്തും പവിഴവും ഉണ്ട്. അപ്പം അതും ഒരുപോലെയാണ്. നിർലീനാനേക മുക്താവലി സുഭഗതമേ, അതുകൊണ്ടുള്ള ഭംഗിയുണ്ട്. ഭഗവാന്റെ ഉള്ളിൽ അല്ലെങ്കിൽ ബ്രഹ്മത്തിൻ്റെ ഉള്ളിൽ നിറച്ച് മുക്തന്മാർ പോയതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക ഒരു പ്രഭുണ്ട് ഭഗവാനെ. അതേപോലെയാണ് സമുദ്രത്തിന് എന്തൊരു ഭംഗിയാണ്, അതിൻ്റെ അടിയിൽ മുഴുവനെ വളരെ പ്രഷ്യസ് ആയിട്ടുള്ള വളരെ വിലപ്പെട്ട മുത്തുകളും പവിഴങ്ങളും രത്നങ്ങളും ഉണ്ട്. അപ്പം അത് 4 നിഷ്കമ്പം, നിഷ്കമ്പേ നിത്യപൂർണേ നിരവധി പരമാനന്ദ പീയൂഷരൂപേ നിർലീന അനേകമുക്താവലി സുഭഗതമേ. ഒന്നില് മുക്തന്മാർ, ഒന്നിലും മുത്തുകൾ. അപ്പം എല്ലാം അത് ഒരുപോലെയാണെന്ന് പറയും. ഇപ്രകാരം അപ്പം എന്താ വെച്ചാൽ ഈ ബ്രഹ്മ സമുദ്രത്തിനെ സാധാരണ സമുദ്രമായിട്ടാണ് കമ്പയർ ചെയ്തത്. ഇനി ഒരു കാര്യം കൂടി ഉണ്ട്, എന്താ അറിയോ, ഈ വളരെ പ്യുവറായിട്ടുള്ള ബ്രഹ്മസമുദ്രം ഉണ്ടല്ലോ, അത് മായെന്ന് സെപ്പറേറ്റാണ്. മായയായിട്ടൊരു ബന്ധമില്ല. മായയായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് നമ്മൾ പറഞ്ഞില്ലേ കഴിഞ്ഞ ശ്ലോകത്തിലെ മായയുടെ സഹായത്തോടു കൂടിയിട്ട് അല്ലെങ്കിൽ മായയിൽ കൂടെ പിന്നെന്താണ് ഈ പഞ്ചഭൂതങ്ങളും പിന്നെ 10 ഇന്ദ്രിയങ്ങളും 5 ജ്ഞാനേന്ദ്രിയങ്ങളും 5 കർമ്മേന്ദ്രിയങ്ങളും മനസ്സും കൂടിയിട്ടാണ് ഈ ശരീരം, ഭഗവാന്റെ ശരീരം ഉണ്ടായതാ പറഞ്ഞല്ലോ. അപ്പോൾ ഈ ശുദ്ധസത്വസ്വരൂപത്തിന് മായയുടെ കൂടെയാണ് വന്നത്. പക്ഷേ ബ്രഹ്മസമുദ്രത്തിന് മായയായിട്ട് ഒരു ബന്ധമില്ല, വേറിട്ടിന് നിൽക്കണം. അതാണ്. അപ്പോൾ ഈ നിർമ്മല ബ്രഹ്മ ആയിട്ടുള്ള ആ പിന്നെ സമുദ്രം മായയുടെ എല്ലാ പരിമിതികളോടും ഉപാധികളോടും അല്ലെങ്കിൽ ലിമിറ്റേഷൻസിനോടും വേർപെട്ടിട്ട് നിഷ്കളങ്കമായിട്ടാണ് ഇരിക്കണം, പ്യുവറായിട്ട് അല്ലേ. അപ്പോൾ ആ ബ്രഹ്മസമുദ്രത്തിൽ ഈ ഭഗവാനെ എങ്ങനെയാ കണ്ടോ, സാധാരണ സമുദ്രത്തിൽ തെര എങ്ങനെയാ, അതുപോലെയാണത്രേ ബ്രഹ്മമാകുന്ന സമുദ്രത്തിൽ ഭഗവാന്റെ ഈ ഗുരുവായൂരുള്ള ശുദ്ധ സത്വ സ്വരൂപം. ഈ ശുദ്ധമായിട്ടുള്ളതൊക്കെ പറഞ്ഞില്ലേ, സ്ഫടികം പോലെ ക്ലിയറാണ്. ആ സ്ഫടികം പോലെ ശുദ്ധമായിട്ടുള്ള അല്ലെങ്കിൽ ക്രിസ്റ്റൽ പോലെ ശുദ്ധമായിട്ടുള്ള ഭഗവാന്റെ ഈ ഗുരുവായൂരുള്ള സ്വരൂപം ബ്രഹ്മസമുദ്രത്തിലെ തിര പോലെയാണെന്നാണ്.
അപ്പം ഇങ്ങനെ കളിക്കാമല്ലോ. ഭഗവാന് ലീല ആടാൻ എളുപ്പമായി. ബ്രഹ്മമായിട്ട് നിൽക്കുമ്പോൾ ഒന്നിലും ഇടപെടാൻ പാടില്ല, മായയായിട്ട് മേർദിച്ച് നിൽക്കലേ, വെറും സാക്ഷി മാത്രമാണ്. പക്ഷെ ലീലകളാടണമെങ്കിൽ അത് പറ്റില്ലല്ലോ. ഭഗവാൻ ലീലകളാടണം. യഥാഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത. അപ്പോൾ വന്ന് ഇവിടെ പിന്നെ യോഗക്ഷേമം അല്ല, പിന്നെ വന്ന് അവതരിക്കണം വേണ്ടേ, നിർദുഷ്ടമായ അതൊക്കെ ചെയ്യണമെങ്കിൽ സാക്ഷി മാത്രമായിട്ട് നിന്നാൽ പോരല്ലോ. അപ്പോൾ ഇതിൽ ഭഗവാനെ, സ്വരൂപത്തോടു കൂടിയിട്ടുള്ള ഭഗവാനെ, നമ്മൾ ഇന്ന് മനസ്സിൽ വിചാരിക്കണ ഗുരുവായൂരത്തെ ഭഗവാൻ ഏതുപോലെയാണ്? ബ്രഹ്മസമുദ്രത്തിലത്തെ തിര പോലെയാണ്. സത്യം പറഞ്ഞാൽ സമുദ്രവും തിരയും കൂടി വ്യത്യാസമുണ്ടോ? ഇല്ല. സമുദ്രം ഇല്ലാതെ തിരയില്ല. തിരയില്ലാതെ സമുദ്രവും ഇല്ല. അപ്പം സത്യത്തിൽ പറഞ്ഞാൽ വ്യത്യാസമില്ല. അതുപോലെയാണ് ബ്രഹ്മസമുദ്രത്തിലെ തിരയാണ് ഭഗവാൻ. അപ്പോൾ ഭഗവാനും ബ്രഹ്മം ഒന്നാണ്. അതിലേക്കാണ് കൊണ്ടുവരണത്. അതാണ് വളരെ ഒരു ഭംഗിയായിട്ടുള്ളൊരു ഇതാണ്. സമുദ്രവും തിര ഒന്നല്ലേ? അതുപോലെ തന്നെയാണ് പരബ്രഹ്മവും സത്വഗുണ സ്വരൂപിയായിട്ടുള്ള നമ്മുടെ ഭഗവാനും ഒന്നെന്നെയാണെന്ന്. എന്താ കാരണം വെച്ചാൽ അത്ര ബ്രഹ്മം പോലെ തന്നെ പരിശുദ്ധമാണ്. അതുകൊണ്ടാണ്. വേറൊരു ഗുണവും സത്വഗുണം മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ പരിശുദ്ധ സത്വഗുണത്തോട് കൂട്ടാണ്. അപ്പോൾ നമ്മൾ സമുദ്രം തിരമാലയിൽ നിന്ന് നമ്മൾ വേറെ വേറെ പറയുകയൊക്കെ ചെയ്യും. പക്ഷേ വാസ്തവത്തിൽ അത് രണ്ടും ഒന്നായ പോലെയാണ് അല്ലേ? അതേപോലെയാണ് നമ്മൾ ബ്രഹ്മം, പരബ്രഹ്മം എന്ന് നമ്മൾ പറയും, നമ്മൾ ഭഗവാൻ എന്ന് വേറെയും പറയും ഇല്ലേ? പക്ഷെ വാസ്തവത്തിൽ സാധാരണ ഒരു സമുദ്രം തിര എങ്ങനെയാണ് അതുപോലത്തെ വ്യത്യാസമേ ഉള്ളൂ എന്നാണ്. അതായത് ശുദ്ധസത്വവും ശുദ്ധമായിട്ടുള്ള സത്വം, അതായത് ആ വേറൊരു കലർപ്പില്ലാത്ത, മിക്സ് അല്ലാത്ത സത്വവും ബ്രഹ്മവും ഒന്നെന്നെയാണ് എന്ന് പറഞ്ഞു. എന്നിട്ടാണ് പിന്നെ തദാത്മാ എന്ന് പറയുന്നത്. അതായത് ആ ബ്രഹ്മം തന്നെയാണ് ഈ ശുദ്ധസത്വ സ്വരൂപം എന്ന് പറയുകയാണ്. അപ്പോൾ ശുദ്ധസത്വമാകുന്ന സ്വരൂപത്തോടു കൂടിയ അങ്ങേ പിന്നെ നിഷ്കളനാന്ന് പറയാം. ബ്രഹ്മം നിഷ്കളാണെന്ന് പറയുന്നുണ്ട്. അതായത് ഇൻഡിവിസിബിൾ ആബ്സല്യൂട്ടാണ് ബ്രഹ്മം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ശുദ്ധസത്വ സ്വരൂപവും പിന്നെ ഈ ബ്രഹ്മവും ഒരു തിരമാലയും സമുദ്രം പോലെ ഉള്ളൂച്ചാൽ പിന്നെ അങ്ങേയും നിഷ്കളനെന്ന് പറയാമെന്ന് പറയാണ്. പക്ഷേ പല ദൈവങ്ങളെ അല്ലെങ്കിൽ പല പിന്നെ അവതാരങ്ങളെ നമ്മൾ സകള രൂപം എന്ന് പറയും. അതായത് ആബ്സല്യൂട്ട് അല്ലാന്ന്. അതെന്താ വെച്ചാൽ അതൊന്നും ഭഗവാന്റെ പൂർണ്ണാവതാരമല്ല, പരിപൂർണ അവതാരമല്ല. അതിലൊക്കെ ഭഗവാന്റെ പാർഷ്യൽ ഇൻകാർണേഷനാണ്, അംശാവതാരമാണ്. അതായത് അതെന്താ വെച്ചാൽ കുറച്ചിങ്ങനെ പറയാൻ ഉണ്ടാകുന്ന വെച്ചാൽ ആകെ 16 കലയാണത്രേ. കലാച്ച എന്താ വെച്ചാൽ ഈ ഭഗവാന്റെ ആ ശക്തി ഉണ്ടല്ലോ, ഡിവിനിറ്റി അളക്കാൻ ഉള്ള ഒരു ഒരു മെഷർമെൻ്റാണ് കല. അതായത് ഡിവിനിറ്റി ഈസ് മെഷേർഡ് ഇൻ കലാസ്. അല്ലെങ്കിൽ ഭഗവാന്റെ ചൈതന്യ ശക്തി ഇത്ര കല ഉണ്ട് എന്നാണ്. അപ്പം പരിപൂർണമായിട്ടുള്ള ശക്തി, ഭഗവാന്റെ ബ്രഹ്മത്തിൻ്റെ പരിപൂർണ ശക്തി ഉണ്ടാച്ചോട്ടെ എന്നാൽ അതിന് 16 കലയാണത്രേ. അപ്പോൾ ഈ ഭഗവാൻ കൃഷ്ണൻ 16 കലകളോടും ബ്രഹ്മത്തിൻ്റെ 16 ചൈതന്യ ശക്തിയോണ്ടും ഡിവിനിറ്റി മുഴുവനെ എടുത്ത് അവതരിച്ചതാണ് കൃഷ്ണൻ. അതായത് 16 കലയുണ്ട്, പരിപൂർണാവതാരാണ്. ഇനിയിപ്പോൾ ഞാനിങ്ങനെ അതിനെപ്പറ്റി കുറച്ച് റിസർച്ച് ചെയ്തായിരുന്നു പണ്ട്. അപ്പോൾ അതിലെന്താ മനസ്സിലാച്ചാൽ ഇപ്പോൾ ഒരു രസമുണ്ട്. അത് എന്താ അറിയോ, ഇപ്പോൾ സമുദ്രം ഇപ്പോൾ ഒരു ഇങ്ങനത്തെ പിന്നെ ആചരങ്ങൾ, ഇളകാത്ത പർവ്വതം, മല അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. പിന്നെ ഒരു കൂട്ടം കല്ല്, റോക്സ് അങ്ങനത്തെയൊക്കെ ആണെങ്കിൽ അതിന് ഒരു കലയുള്ളൂ അത്രേ. പിന്നെ വൃക്ഷങ്ങൾക്ക് അവർ വളരെയൊക്കെ ചെയ്യുമല്ലോ, മറ്റത് വളരെയൊന്നുമില്ലല്ലോ, അങ്ങനെ നിൽക്കലില്ലോ, അതിനൊരു കലയുള്ളൂ. അതിലും ഭഗവാന്റെ ചൈതന്യമുണ്ട്, ഡിവിനിറ്റി ഉണ്ട്, പക്ഷെ ഒരു കലയുള്ളൂ. ഇപ്പോൾ അഹല്യക്കായിട്ട് ഇതായി നിന്നില്ലേ, കല്ലായി നിന്നപ്പോഴൊക്കെ. പിന്നെ വൃക്ഷങ്ങൾക്ക് 2 കല. പിന്നെ മൃഗങ്ങൾക്ക്, ചില മൃഗങ്ങൾക്ക് 3, ചിലതിന് 4, ഡിപ്പെൻഡിങ് ഓൺ അവരുടെ ഇത്. ചിലതിന് 3 കല, ചിലതിന് 4 കല, അത്ര ഡിവിനിറ്റി ഉണ്ട്. പിന്നെയോ മനുഷ്യന്മാർക്ക് ആവറേജ് ആയിട്ട് 5 കലയാണ്. അത് തന്നെ കുറച്ചും കൂടി നമ്മൾ നോബിളാണെന്ന് വിചാരിക്കുന്ന സാത്വികന്മാരാന്ന് പറയുമല്ലോ നമ്മൾ, അങ്ങനെ സാത്വികന്മാർക്ക് 6 കല ഉണ്ട്.
പിന്നെ ഇപ്പം മഹർഷിമാർക്കൊക്കെ, അതായത് സാധാരണ മഹർഷിമാർക്കൊക്കെ ഒരു 7 കല, ഭയങ്കര ഇപ്പം ശുഖബ്രഹ്മർഷിയെ പോലെ, വ്യാസമഹർഷിയെ പോലെ, വസിഷ്ഠനെ പോലെയൊക്കെ ഉള്ളവർക്കാണെങ്കിൽ 8 കല. 8 കലയിലധികം ആയാൽ മനുഷ്യനല്ല എന്നാണ് പറയുന്നത്. പിന്നെയോ ഈ വരാഹാവതാരത്തിന് തന്നെ അധികം കലണ്ട്, അത്രേ 11 കലണ്ട്. ശ്രീരാമന് 12, ഭഗവാനോ കൃഷ്ണന് 16 കലയുണ്ട്. അതുകൊണ്ടാണ് പരിപൂർണമായിട്ടുള്ള അവതാരം എന്ന് ഭഗവാനെ പറയണ. അതുകൊണ്ട് അതായത് ബ്രഹ്മചൈതന്യം മുഴുവൻ എടുത്ത് അവതരിച്ചതാണ് ആര്? ഭഗവാൻ കൃഷ്ണൻ. അതുകൊണ്ട് ബ്രഹ്മം നിഷ്കളമാണെങ്കിൽ, അതായത് ബ്രഹ്മം അബ്സല്യൂട്ട്ലി ഇൻഡിവിസിബിൾ, അബ്സല്യൂട്ട് സുപ്രീം ആണെങ്കിൽ, ബ്രഹ്മചൈതന്യം മുഴുവനും എടുത്ത് അവതരിച്ച കൃഷ്ണാവതാരം നിഷ്കളം തന്നെയാണ് എന്ന് പറയണം. എന്നാൽ ആരെയാ സകളന്മാരെന്ന് പറയുന്ന? സകളായിട്ടുള്ള മൂർത്തികൾ ആരൊക്കെയാ? ബാക്കി പാർഷ്യൽ ഇൻകാർണേഷൻസ് ഓർ അംശാവതാരങ്ങൾ. മത്സ്യം, കൂർമ്മം, വരാഹം, അല്ലേ, നരസിംഹം, വാമനൻ, പരശുരാമൻ, ശ്രീരാമൻ, ബലരാമൻ, അതൊക്കെ ബുദ്ധൻ, എല്ലാം ഭഗവാൻ മാത്രമേ ഉള്ളൂ പരിപൂർണ അവതാരം എന്നാണ് ഒരു പക്ഷം. പക്ഷെ പലരും ശ്രീരാമനും പിന്നെ 15 കലണ്ട്, അല്ലെങ്കിൽ ശ്രീരാമൻ മാത്രമാണ് പൂർണ്ണാവതാരം എന്ന് പറയണതൊക്കെ ഞാൻ എവിടെയൊക്കെ വായിച്ചിട്ടൊക്കെ കേട്ടോ. പക്ഷേ സാധാരണ നിലയ്ക്ക് മഹാവിഷ്ണു എന്ന് വന്നതെന്നുള്ള നിലയ്ക്ക് കൃഷ്ണൻ മാത്രമേ ഉള്ളൂ. പിന്നെ ഭാഗവതത്തിലും പറയുന്നുണ്ട്, ശ്രീമദ് ഭാഗവതാഖ്യോയം പ്രത്യക്ഷ കൃഷ്ണ ഏവ ഹി സ്വീകൃതോസി മയാനാഥ മുക്തിയർത്ഥം ഭവസാഗരം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം ഈ ഭാഗവതം തന്നെ പിന്നെ ഭഗവാൻ കൃഷ്ണനാണ്, കൃഷ്ണൻ്റെ പൂർണ്ണ അവതാരനാണെന്ന് അനവധി ദിക്കിലൊക്കെ പറയുന്നുണ്ട്. അപ്പം ഏതായാലും അതാണ് ഭഗവാൻ പരിപൂർണ അവതാരം ആയതുകൊണ്ട്, ബ്രഹ്മചൈതന്യം മുഴുവനും എടുത്ത് അവതരിച്ചുകൊണ്ട് നിഷ്കളൻ തന്നെയാണ്. എന്നാൽ സകളൻ എന്ന് പറഞ്ഞാൽ ആരാ ചോദിച്ചു വെച്ചാൽ ഭഗവാന്റെ അംശാവതാരങ്ങളൊക്കെയാണ്, ബാക്കി അവതാരങ്ങളൊക്കെയാണെന്നാണ് ഈ ഒരു ശ്ലോകം കൊണ്ട് പറഞ്ഞത്. അപ്പോൾ ഇതിലിപ്പോൾ എന്താ, നമുക്കിതിൽ ഒരു കാര്യമേ ഉള്ളൂ ഇതിൽ പറയാൻ. അതായത് എന്താ ഇപ്പോൾ മേപ്പത്തൂർ നമുക്ക് സ്ഥാപിക്കണം വെച്ചാൽ, ഈവൻ ദോ ശരീരം എടുത്ത് ഭൂമിയിൽ അവതരിച്ചതാണ് ഈ നമ്മുടെ ഗുരുവായൂരിരിക്കുന്ന ഭഗവാൻ, എങ്കിലും പരബ്രഹ്മം പോലെ തന്നെ ചൈതന്യവും പരബ്രഹ്മം പോലെ തന്നെ എല്ലാ നിലയ്ക്കും ശക്തിയും ഉള്ള സഗുണസ്വരൂപമാണെന്ന്. അതായത് പരബ്രഹ്മത്തിൻ്റെ എല്ലാ ചൈതന്യമുള്ള പരബ്രഹ്മം തന്നെ, പരബ്രഹ്മസ്വരൂപി തന്നെയാണ് ശരിക്ക്. ഈവൻ ദോ നമ്മളെ അനുഗ്രഹിക്കാൻ വേണ്ടി, നമുക്ക് പ്രാർത്ഥിക്കാൻ എളുപ്പമാവാൻ വേണ്ടി ശരീരം എടുത്ത് വന്നിറക്കുകയാണ്. പക്ഷേ ബ്രഹ്മചൈതന്യം മുഴുവൻ പ്രതിഫലിക്കുന്നുണ്ട് അതിൻ്റെ ഉള്ളിൽ. മാത്രമല്ല ശുദ്ധ സത്വസ്വരൂപി, ക്രിസ്റ്റൽ ക്ലിയറാണ്. അപ്പോൾ ഉണ്ട് ആ ഉള്ളിലുള്ള ബ്രഹ്മചൈതന്യം നമുക്ക് കാണുകയും ചെയ്യാമെന്നാണ്. അല്ലെങ്കിൽ ബ്രഹ്മം സമുദ്രമാണെങ്കിൽ ഭഗവാൻ അതിലത്തെ തിരയാണ്. തിരയും സമുദ്രവും ഒന്നല്ലേ? അങ്ങനെയാണ് സ്ഥാപിച്ചതേ. അതാണ് ഇതിൽ പറയാനുള്ളത്. എനിക്കറിയില്ല, എനിക്ക് പറയാൻ ആഗ്രഹിക്കണതൊക്കെ ഞാൻ ഇതിൽ പറഞ്ഞു എന്ന് എനിക്കറിയില്ല. എന്തായാലും അപ്പോൾ ഈ ആദ്യത്തെ 4 ഇതും ബ്രഹ്മത്തിനും സമുദ്രത്തിനും ഒരുപോലെ ആപ്ലിക്കബിൾ ആയിട്ടുള്ളതാണ്. നിഷ്കമ്പേ, നിത്യപൂർണ്ണേ, നിരവധി പരമാനന്ദ പീയൂഷ രൂപേ, നിർലീനാനേക മുക്താവലി സുഭഗതമേ. അങ്ങനത്തെ നിർമ്മല ബ്രഹ്മസിന്ധൗ സാധാരണ സമുദ്രമായിട്ട് കമ്പയർ ചെയ്തിറക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇത് മാത്രം പറഞ്ഞിട്ട്, അതായത് ഭഗവാൻ പരബ്രഹ്മം തന്നെയാണ്, നിഷ്കളൻ തന്നെയാണ് ബ്രഹ്മം പോലെ എന്ന് പറഞ്ഞിട്ട് ഞാൻ നിർത്താം. ഇനി ഈ ശ്ലോകം ഒന്നും കൂടി ചെല്ലാം. നിഷ്കമ്പേ നിത്യപൂർണേ നിരവധി പരമാനന്ദ പീയൂഷരൂപേ നിർലീനാനേകമുക്താവലി സുഭഗതമേ നിർമ്മല ബ്രഹ്മസിന്ധൗ കല്ലോലോല്ലാസതുല്യം ഖലു വിമലതരം സത്വമാഹുസ്തദാത്മാ കസ്മാന്നോ നിഷ്കളസ്ത്വം സകള ഇതി വച
സ്ത്വൽക്കലാസ്വേവ ഭൂമൻ. ശ്രീകൃഷ്ണാർപ്പണമസ്തു. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.